അച്ഛന്റെ പ്രസംഗം ആദ്യമായി കേട്ടപ്പോഴാണ് അച്ഛനെ നോട്ട് ചെയ്തത്. നെല്ലുകാല ന്യൂസിൽ കൂടി ഒരു മെസ്സേജ് വന്നപ്പോൾ അത് നോട്ട് ചെയ്യുകയും ഈ പ്രസംഗിക്കുന്നത് അത്ര രസകരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അച്ഛൻ അന്ന് നടത്തിയത്. അച്ഛൻ നല്ലൊരു പ്രഭാഷകനാണെന്ന് മനസ്സിലായി. അച്ഛനെ സ്നേഹാദരങ്ങളോടെ ആശംസാ വാക്കുകൾ കാഴ്ചവെക്കുന്നു. പ്രശസ്തമായ MDCMS ഹൈസ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന റൈറ്റ് PS ഫ്രാൻസിസ് തിരുമേനി, സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പോയ MLA ശ്രീ മണി സി കാപ്പൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ഡാനിയൽ തിരുമേനി, മറ്റ് എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല, എല്ലാ ബഹുമാന്യരായ ജനപ്രതിനിധികളെയും, അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഉപകാരികളെയും ഗുണകാംക്ഷികളെയും സന്മനസ്സുള്ളവരെയും ആദരണീയമായ സദസ്സിനെയും സ്നേഹവന്ദനത്തോടെ അഭിവാദനം ചെയ്യുന്നു. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് ഇങ്ങനെയാണ്: मंदिर है वो विद्यालय जिसमें चढ़ाए जाते हैं बलिदान अनेक। मंदिर है वो विद्यालय जिसमें बनाए जाते हैं नागरिक स्वर्ग की। मंदिर है वो विद्यालय जिसमें बनाए जाते हैं नागरिक राष्ट्र की। ചൊല്ലിന്റെ അർത്ഥം ഇതാണ്: പവിത്ര ഹേ വോ മന്ദിർ, അതായത് വിദ്യാക്ഷേത്രം എന്ന ദൈവാലയം പരിശുദ്ധമാണ്, വിദ്യാലയം പരിശുദ്ധമാണ്. ഈ പരിശുദ്ധമായ ക്ഷേത്രത്തിൽ സ്വർഗത്തിലെ പൗരനെയും രാഷ്ട്രത്തിൻ്റെ പൗരനെയും നിർമ്മിക്കുന്നു. ആ നിർമ്മാണം പരിശുദ്ധമായ കർമ്മമാണ്. ഇതാണ് ചൊല്ലിന്റെ അർത്ഥം. 75 തലമുറകൾ ഈ സ്കൂൾ മാനവ സംസ്കാരത്തിന് പരിശീലനം കൊടുത്ത് കൈമാറി എന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയും അഭിമാനബോധത്തോടെയുമാണ് ഈ നാളുകളിൽ വ്യാപരിക്കുക എന്നത് തന്നെ ഈ ദേശത്തിൻ്റെയും ദേശവാസികളുടെയും ശ്രേഷ്ഠതയെ വെളിവാക്കുന്നു. അതേ, വീണ്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്: വിദ്യാലയം ക്ഷേത്രമാണ്, ദൈവാലയമാണ്. ആ ദൈവാലയത്തിൽ മനുഷ്യ സംസ്കാരവും ദൈവിക സംസ്കാരവും ജനിക്കുന്നു, പരിശീലിക്കുന്നു, പക്വതയിലേക്ക് വളരുന്നു. തൽഫലമായി സ്വർഗത്തിലെ പൗരനും രാഷ്ട്രത്തിന്റെ പൗരനും വിദ്യാലയത്തിൽ നിന്നാണ് ജന്മമെടുക്കുന്നത് എന്ന ആ വലിയ ആപ്തവാക്യത്തിന്റെ അലയടികൾ ഇനിയും ഈ വിദ്യാലയത്തിന്റെ പരിതസ്ഥിതിയെയും സാഹചര്യങ്ങളെയും അലങ്കരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നേടുന്നു. സർവശക്തനായ ദൈവം ഈ ദൈവാലയത്തെ അവസാന നാളുവരെയും പരിശുദ്ധമായ ദൈവാലയമായി, അതായത് രാഷ്ട്രത്തിന്റെയും സ്വർഗത്തിന്റെയും പൗരന്മാരെ സൃഷ്ടിക്കുന്ന അനേകം ബലികൾ അർപ്പിക്കപ്പെടുന്ന मंदिर है जहाँ पर अर्पित होते हैं चढ़ाए जाते हैं बलिदान अनेक, അതായത് എന്നും ബലികൾ അർപ്പിക്കുന്ന പരിശുദ്ധമായ വേദിയായി സൂക്ഷിക്കട്ടെ. വാക്കുകൾക്ക് വിരാമം.